കെ.പി. ശശികലയുടെ പരാമർശത്തിന് മറുപടിയുമായി റാപ്പർ വേടൻ. വേടൻ റാപ്പ് ചെയ്യേണ്ടെന്ന ധാർഷ്ട്യമാണ് ശശികലയുടെ പ്രസ്താവനയെന്ന് വേടൻ കുറ്റപ്പെടുത്തി. താൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിനെ ഭയക്കുന്നതുകൊണ്ടാണത്. റാപ്പ് ചെയ്യുന്നത് എന്തിനാണ് എന്ന ചോദ്യം ജനാധിപത്യ വിരുദ്ധമാണ്. സംഘപരിവാറും ജനാധിപത്യവും തമ്മിൽ പുലബന്ധമില്ലെന്നും വേടൻ കൊച്ചിയിൽ പറഞ്ഞു. തന്നെ വിഘടനവാദിയാക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുകയാണ്. തനിക്ക് പിന്നിൽ തീവ്രവാദ ശക്തികളൊന്നുമില്ല. കൃത്യമായി നികുതിയടച്ച പണമാണ് തൻ്റെ പക്കൽ ഉള്ളത്. തൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച പുലിപ്പല്ലി എവിടെ എന്നറിയില്ലെന്നും വേടൻ പറഞ്ഞു. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം മാത്രം ചെയ്താൽ മതിയെന്ന ധാർഷ്ട്യമാണ് സംഘപരിവാറിനെന്ന് വേടൻ കൂട്ടിച്ചേർത്തു. താൻ റാപ്പ് പാടും. പറ്റുമായിരുന്നെങ്കിൽ ഗസലും പാടിയനെ. ക്ലാസിക് പാടാനുള്ള തൊണ്ടയില്ലാതെ പോയി. അല്ലെങ്കിൽ അതും പാടുമായിരുന്നുവെന്ന് വേടൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. റാപ്പ് സംഗീതവും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുമായി പുലബന്ധം പോലുമില്ലെന്നാണല്ലോ അവർ പറഞ്ഞത്. അപ്പോൾ ജനാധിപത്യവും തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞാൻ ജനാധിപത്യത്തിൻ്റെ കൂടെ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം നിരവധി പേർ എനിക്കെതിരെ സംസാരിക്കുന്നത് എന്നുകൂടി വേടൻ പറഞ്ഞു. സർക്കാർ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളോടും വേടൻ പ്രതികരിച്ചു. ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരിൻ്റെ പരിപാടിക്കാണ് താൻ പോയത്. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് മണ്ടത്തരമായാണ് തനിക്ക് തോന്നിയിട്ടുള്ളത്. വേടൻ ഒരു സ്വതന്ത്ര കലാകാരനാണെന്നാണ് താൻ എപ്പോഴും പറയുന്നത്. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ചെയ്യുകയാണെങ്കിൽ സ്വാതന്ത്ര്യം മുന്നോട്ടു പോകുമെന്നാണ് കരുതുന്നത്. അതേസമയം തന്നെ എല്ലാ ജനാധിപത്യ മര്യാദകളും പാലിച്ച് ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരിനൊപ്പം നിൽക്കുക എന്നത് ഒരു പൗരൻ എന്ന നിലയിൽ തൻ്റെ കടമയാണ്. അതാണ് താൻ നിർവഹിച്ചതെന്നും വേടൻ പറഞ്ഞു. ഇന്നലെയാണ് റാപ്പർ വേടനെ കടുത്ത ഭാഷയിൽ അധിക്ഷേപിച്ച് കെ.പി. ശശികല രംഗത്തെത്തിയത്. വേടന്മാരുടെ തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുൻപിലാണ് സമാജം അപമാനിക്കപ്പെടുന്നതെന്ന് അവർ പറഞ്ഞു. പാലക്കാട് കളക്ട്രേറ്റിന് മുന്നിൽ ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച പരിപാടിയിലാണ് ശശികല ഇക്കാര്യം പറഞ്ഞത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് തനതായ എന്തെല്ലാം കലാരൂപങ്ങളുണ്ട്. റാപ്പ് സംഗീതമാണോ അവരുടെ തനതായ കലാരൂപം? ഗോത്ര സംസ്കൃതി അതാണോ? അവരുടെ വ്യക്തിത്വം ഉറപ്പാക്കേണ്ടത് അതിലൂടെയാണോ? പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിൻ്റെ ഫണ്ട് ചെലവഴിച്ച് പാലക്കാട്ട് ഒരു പരിപാടി നടത്തുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധം പോലുമില്ലാത്ത റാപ്പ് മ്യൂസിക്കാണോ നടത്തേണ്ടത്? കഞ്ചാവ് ഉപയോഗിക്കുന്നവർ പറയുന്നതേ കേൾക്കൂ എന്ന ഭരണരീതി മാറ്റണം. വേദിയിലെത്തിച്ച് അതിൻ്റെ മുന്നിൽ പതിനായിരങ്ങൾ തുള്ളിക്കേണ്ടി വരുന്ന ഗതികേട്. ആടിക്കളിക്കടോ കുഞ്ഞിരാമ, ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറഞ്ഞ് കുഞ്ഞിരാമന്മാരെ ചാടിക്കളിപ്പിക്കുന്ന സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായി. ഭരണകൂടത്തിന് മുന്നിൽ കൊഞ്ചാനല്ല ആജ്ഞാപിക്കാനാണ് ഹിന്ദു ഐക്യവേദി എത്തിയിരിക്കുന്നത് എന്നാണ് ശശികല പറഞ്ഞത്. പാലക്കാട് ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു വേടനെതിരെ ശശികല അധിക്ഷേപ പരാമർശം ഉയർത്തിയത്. റാപ്പർ വേടനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ ഹിന്ദു ഐക്യവേദി നേതാവ് കെ.പി. ശശികലയ്ക്കെതിരെ CPM നേതാവ് P. ജയരാജൻ രംഗത്ത് വന്നു. വർഗീയ വിഷപ്പാമ്പുകളുടെ വായിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടെന്നും ശശികലയ്ക്കെതിരെ പോലീസ് കേസെടുക്കണമെന്നുമാണ് പ്രതീക്ഷയെന്നും P. ജയരാജൻ പ്രതികരിച്ചു. വേടനെതിരായത് ജാതീയമായ അധിക്ഷേപമാണെന്നും സംഘപരിവാർ ആവശ്യത്തിന് പട്ടികജാതിക്കാരെ ഉപയോഗിച്ച് വലിച്ചെറിയുന്നവരാണെന്നും അദ്ദേഹം വിമർശിച്ചു. കഴിഞ്ഞ ദിവസമാണ് റാപ്പർ വേടനെതിരെ ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി കെ.പി. ശശികല അധിക്ഷേപ പരാമർശവുമായി എത്തിയത്. അതേസമയം റാപ്പർ വേടനെ അധിക്ഷേപിച്ച ഹിന്ദു ഐക്യവേദി നേതാവ് കെ.പി. ശശികലയ്ക്ക് മറുപടിയുമായി കോൺഗ്രസ് നേതാവ് സന്ദീപ് ജി വാര്യർ. വേടൻ എന്ന കലാകാരനെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുകയാണ് RSS എന്നും കേസരി പത്രാധിപൻ മധുവിൽ നിന്ന് ഇന്ന് കെ.പി. ശശികല വേടൻ വിരുദ്ധ ബാറ്റൺ ഏറ്റുവാങ്ങിയിട്ടുണ്ടെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. റാപ്പ് പട്ടികജാതിക്കാരുടെ തനത് കലാരൂപമാണോ എന്നാണ് ശശികല ടീച്ചർ ചോദിക്കുന്നത്. പട്ടികജാതിക്കാർ റാപ്പ് പാടിയാൽ എന്താണ് ടീച്ചറെ? സന്ദീപ് വാര്യർ ചോദിച്ചു. ഫേസ്ബുക്കിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. റാപ്പ് എന്ന സംഗീതരൂപം ലോകത്തെല്ലായിടത്തും വർണ്ണവംശവെറിക്കെതിരായ പ്രതിഷേധമായാണ് രൂപം കൊണ്ടിട്ടുള്ളതെന്നും ഇന്ത്യയുടെ സാഹചര്യത്തിൽ അത് ദളിതന്മാർക്കെതിരായ സവർണ ഹിന്ദുത്വ അതിക്രമങ്ങൾക്കെതിരായ ശബ്ദമായി മാറും. അതിൽ അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യമില്ലെന്നും പട്ടികജാതിക്കാർ അവർക്കിഷ്ടമുള്ളത് പാടട്ടെ എന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. ഹിന്ദു ഐക്യവേദി നേതാവിന് പരിഹരിക്കാൻ കഴിയുന്ന മറ്റു ചില സമാജ പ്രശ്നങ്ങളുണ്ട്. അതിലൊന്നും ഹിന്ദു ഐക്യവേദി കാണാറേയില്ല.
കേരളത്തിലെ എത്ര ക്ഷേത്രങ്ങളിൽ പട്ടികജാതിക്കാരായ കലാകാരന്മാർക്ക് ചെണ്ട കൊട്ടാൻ അവകാശമുണ്ട്? ടീച്ചർ ഇന്നേ വരെ അതിൽ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ എന്നുകൂടി സന്ദീപ് വാര്യർ ചോദിച്ചു. വേടന്റെ തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുൻപിൽ സമാജം അപമാനിക്കപ്പെടുന്നുവെന്നും വേടന് മുൻപിൽ ആടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറഞ്ഞു നടക്കുന്ന സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായെന്നുമാണ് ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികല പറഞ്ഞത്. ഇവിടുത്തെ പട്ടികജാതി വർഗക്കാരൻ്റെ തനതായ കലാരൂപം റാപ്പ് സംഗീതമാണോ എന്നും ശശികല ചോദിച്ചു. തനതായ എത്ര കലാരൂപങ്ങളുണ്ട്? സർക്കാർ ഫണ്ട് ചിലവഴിച്ച് പാലക്കാട് ഒരു പരിപാടി നടത്തുമ്പോൾ പട്ടികജാതിക്കാരുമായി പുലബന്ധം പോലുമില്ലാത്ത റാപ്പ് സംഗീതമാണോ വേണ്ടത്? വിഘടനവാദത്തിലേക്ക് ഒരു സമൂഹത്തെ തള്ളിവിടണമെങ്കിൽ അവരിൽ അവശതയുണ്ടാക്കണം, അവസരങ്ങൾ ഇല്ലാതെയാക്കണം. വേടന്റെ തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുമ്പിൽ സമാജം അപമാനിക്കപ്പെടുകയാണ്. വേടന് മുന്നിൽ ആടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറഞ്ഞു നടക്കുന്ന സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായി എന്നാണ് ശശികല പറഞ്ഞത്.